മഞ്ചേരി നെല്ലിക്കുത്ത് മുക്കം പഞ്ചാബ് എന്ന സ്ഥലത്താണ്. ടൈൽസാണ് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. മാറിയതാണ് അല്ലേ? അതെന്താ കാരണം? എന്തായി? അതിന്റെ ഓരോ മെറ്റീരിയലിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോ. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആണ് കാണാൻ പോകുന്നത് കേട്ടോ. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ്. പഞ്ചാബിലോ? പേടിക്കണ്ട, ഇത് അങ്ങ് നോർത്ത് ഇന്ത്യയിലൊന്നും അല്ല കേട്ടോ. പിന്നെ എന്ത് പഞ്ചാബ് എന്നല്ലേ? മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നെല്ലിക്കുത്ത് എന്ന പ്രദേശത്ത് ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് മുക്കം പഞ്ചാബ്. അവിടെയുള്ളൊരു വീടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിലും ഉണ്ടാകും ഇതുപോലത്തെ രസകരമായിട്ടുള്ള ഒരുപാട് പേരുകൾ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കിനി വീഡിയോയിലേക്ക് വരാം. സോറി, ഞാൻ വീട്ടുടമസ്ഥൻ്റെ പേര് പറയാൻ മറന്നു. അഷ്റഫക്കയുടെ വീടാണ് കേട്ടോ ഇത്. മാർബിളിൻ്റെ വർക്കെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ പോയിരുന്നു കേട്ടോ. വർക്കെല്ലാം കാണാൻ വേണ്ടി പോയ സമയത്ത് ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ വീട് പണി തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത എന്തായിരുന്നു? മാർബിൾ ആയിരുന്നോ അതല്ലെങ്കിൽ ടൈൽസോ മറ്റെന്തെങ്കിലും ആയിരുന്നോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ മറുപടി, എൻ്റെ തുടക്കത്തിൽ എനിക്ക് ടൈൽസിനോടായിരുന്നു ആഗ്രഹം. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചതിന് ശേഷം എനിക്ക് മാർബിളിലോട്ട് മാറുകയാണ് ചെയ്തത് കേട്ടോ. എനിക്ക് വീട് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്ലോറിങ്ങിനെ കുറിച്ചുള്ള ആഗ്രഹം എന്തായിരുന്നു? മാർബിൾ ആണോ ടൈൽസ്, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു? നമ്മൾ ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. മാറിയതാണ് അല്ലേ? അതെന്താ കാരണം? എന്തായി? അതിന്റെ ഓരോ മെറ്റീരിയലിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോ. ഓക്കെ, അങ്ങനെ മാറിയതാണല്ലേ? ഓക്കെ. ഈ ഒരു കാര്യം പല ആളുകളും ഞങ്ങളോട് പറയാറുണ്ട് കേട്ടോ. വീട് പണി നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടാവാറില്ല. എന്നാൽ പിന്നീട് ഒരുപാട് പഠിച്ച് മാർബിളിൻ്റെ ഗുണങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീട്ടിൽ വിരിച്ച മാർബിൾ നിങ്ങൾ കണ്ടല്ലോ, വൈറ്റ് കളറിൽ അരുണ കാറ്റഗറിപ്പെട്ട മാർബിളാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവരോട് ചോദിച്ചിട്ടോ. അഷ്റഫ്ക്ക പറഞ്ഞത് വൈറ്റ് മാർബിളിനോടാണ് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അതിൻ്റെ നിങ്ങൾ അവിടുത്തെ എത്തുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഒരുപാട് ഷോപ്പിൽ പോയിട്ട് വൈറ്റ് മാർബിളിനെ കുറിച്ച് ഒരുപാട് അന്വേഷിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഷോപ്പിലെത്തിയതെന്ന് കേട്ടോ. അഷ്റഫ്ക്ക എങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടെങ്ങനെ? പിന്നെ ഫേസ്ബുക്കിൽ ലൈവ് കണ്ടുകൊണ്ട് യൂട്യൂബിലൊക്കെ അങ്ങനെ ഒന്നാണ്. നിങ്ങൾ വർക്ക് എങ്ങനെ നാട്ടിലാണോ അതോ? നാട്ടിലാണ്. ഓക്കെ. അപ്പോൾ ഇവര് നമ്മുടെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കൊക്കെ കണ്ടിട്ട് തന്നെ കേട്ടോ അവർ നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. കല്ല് പർച്ചേസ് ചെയ്ത് വൈറ്റിലാണല്ലേ? വൈറ്റിൽ. നിങ്ങൾ എങ്ങനെ വീട് വെച്ച സമയത്ത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വൈറ്റ് മാർബിൾ? വൈറ്റ് മാർബിൾ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളെ ഇത് കണ്ട് ഒരുപാട് സ്ഥലത്ത് പോയി നോക്കിയിട്ടുണ്ട് ഇതിനെ പറ്റി. ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് നിങ്ങളെ വീഡിയോ കണ്ടുകൊണ്ട് മലപ്പുറത്തേക്ക്. ഫ്ലോറിൽ മാർബിളാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും സ്റ്റെയർ കേസിൻ്റെ ടോപ്പെല്ലാം കൊടുത്തിട്ടുള്ളത് നമ്മൾ ബ്ലാക്ക് ഗ്രാനൈറ്റ് കേട്ടോ. ബ്ലാക്ക് ഗ്രാനൈറ്റിനകത്ത് വരുന്ന രാജസ്ഥാൻ ലപ്പോത്ര മെറ്റീരിയലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത്തിരി ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗി വരും. ഡൈനിങ് കാണുന്നതിൻ്റെ കംപ്ലീറ്റ് വ്യൂ കാണുന്ന സമയത്ത് നമുക്ക് കാണുന്ന റൈസർ ഭാഗത്തെല്ലാം വൈറ്റും അതുപോലെ തന്നെ ടോപ്പ് ഭാഗത്തെല്ലാം ബ്ലാക്കുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേക ഭംഗിയാട്ടോ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഈ രീതിയിലാണ് ഇപ്പോൾ വീട്ടിലെല്ലാം ചെയ്യുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരുണ കാറ്റഗറി വരുന്ന മെറ്റീരിയലാണ് വിരിച്ചിട്ടുള്ളത്. അതും സ്ട്രെയിറ്റ് ലൈൻ പാറ്റേണാണ് വിരിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ടൈപ്പിൽപ്പെട്ട മെറ്റീരിയൽസ് ഒരുപാട് ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. ഇതിൽ ഡയമണ്ട് പാറ്റേണിൽ വരുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ ഡിസൈൻസിൽ പല വേരിയേഷൻസും വരുന്ന ഒരുപാട് മെറ്റീരിയൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത്തിരി അത്യാവശ്യം മീഡിയം റേഞ്ചിൽ വരുന്നൊരു മെറ്റീരിയലാണ് നമ്മളിവിടെ വിരിച്ചിട്ടുള്ളത്. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പോളിഷും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കുറച്ച് കൂടുതൽ ലൈഫ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ സ്റ്റെയിൻസ് കാര്യങ്ങളൊക്കെ പിടിക്കുന്നതൊക്കെ വളരെ കുറവായിരിക്കുകയും ചെയ്യും കേട്ടോ. അതാണ് ഈ കല്ലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലത്തെ മെറ്റീരിയൽസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോറൂമിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പല വെറൈറ്റി പല ക്വാളിറ്റിയിൽ മെറ്റീരിയൽ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്മുടെ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് വെറൈറ്റീസിൽ ഒരുപാട് ക്വാളിറ്റിയിൽ ഈ സെയിം മെറ്റീരിയൽ അവൈലബിൾ ആണ്. പല വിലയിലും അവൈലബിൾ ആട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിൽ കാണുന്ന നമ്പറിനകത്തൊന്ന് വിളിച്ചോളൂ കേട്ടോ. ഈ ഒരു വീട് നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലം കേട്ടോ. കൂടുതൽ മരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും ബെസ്റ്റ് ഈ മാർബിൾ തന്നെയാണ്. കാരണം മാർബിൾ എന്നത് പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ചൂട് താങ്ങാനുള്ള കഴിവും അതുപോലെ തന്നെ പെട്ടെന്ന് തണുക്കാനുള്ള കഴിവും അത് മാർബിളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ സെലക്ട് ചെയ്ത് കൊടുത്ത മാർബിൾസ് തന്നെയായിരിക്കും. ടൈൽസിനെയൊക്കെ ഗ്രാനൈറ്റിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാർബിൾ തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുള്ള ഏരിയ ആണല്ലേ? നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഏരിയ കണ്ടാന്ന് അറിയാം, നല്ല വെയിൽ വരുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ കല്ലുള്ളതിനുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇനി വരും കാലങ്ങളിൽ അനുഭവിച്ചറിയാം. ഇവർ അന്ന് ചൂസ് ചെയ്യാൻ ടൈൽസ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു മാറ്റം എന്നുള്ളതൊക്കെ അവർക്ക് ഇനി താമസമാകുമ്പോൾ അവർക്ക് മനസ്സിലാവും. എൻ്റെ കൂടെ ഉമ്മർക്കുണ്ട്. ഉമ്മർക്കായിരുന്നു വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തിരുന്നത്. ഉമ്മർക്ക എങ്ങനെ ഉണ്ടായിരുന്നു വർക്ക് കാര്യങ്ങളൊക്കെ?
വർക്ക് നമ്മൾ ഏകദേശം ഒരു 1.5 മാസം മുമ്പാണ് തുടങ്ങിയത്. ഏകദേശം നമ്മൾ പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, മറ്റു വർക്കുകൾക്ക് വേണ്ടി ചെറിയ പെൻഡിങ് ഇട്ടിട്ടുണ്ട്, ഫിനിഷിംഗ് വർക്കിന് വേണ്ടി. ഏകദേശം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഏകദേശം 1 മാസം കൊണ്ട് നമ്മൾ വർക്ക് സ്ട്രൈറ്റ് ലൈനാണ് ചെയ്തത്. എന്തൊക്കെയാ ശ്രദ്ധിച്ചത് നിങ്ങള്? ശ്രദ്ധിക്കാം, പ്രത്യേകിച്ച് നമ്മൾ വൈറ്റ് മാർബിൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ട അണ്ടർ കോട്ടിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ജോയിന്റ് ഫില്ലർ നമ്മൾ ടെനാക്സിന്റെ ജോയിന്റ് ഫില്ലർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ 1150 സ്ക്വയർ ഫീറ്റാണ് മാർബിൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് സ്റ്റെപ്പ്, സ്റ്റെയർ കേസ്, ചാരുപടി ഒക്കെ പാടെ 100 സ്ക്വയർ ഫീറ്റോളം ഗ്രാനൈറ്റ് ഉണ്ടായിരുന്നു. എല്ലാം കൂടി നമുക്ക് വർക്കിന് ചാർജ് വന്നിട്ടുള്ളത് 75,000 രൂപയാണ്. 75,000 രൂപ അല്ലേ? അതിൽ നമ്മള് സ്റ്റെയർ കേസ്, ഫ്രണ്ട് സ്റ്റെപ്പ്, ചാറുപടിയൊക്കെ ഡബിൾ മോൾഡിങ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സിറ്റ് ഔട്ട്, ലിവിംഗ് ഹാള്, സ്കാറ്റിംഗ് മോൾഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. വർക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? വർക്ക് ഉഷാറാണ്, നമ്മൾ കരുതിയിലേറെ വർക്ക് ഉഷാറായിട്ടുണ്ട്. ഹാപ്പിയാണ്. നിങ്ങൾ സമയത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ പറഞ്ഞ ടൈമിൽ നമ്മൾക്ക് തീർത്ത് തന്നിട്ടുണ്ട്? ഓക്കെ. എങ്ങനെ വർക്ക് ഏൽപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവരായിട്ടുള്ള കോൺടാക്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നമ്മളിപ്പോ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് നിങ്ങൾ ഉത്തരവാദിത്തത്തിൽ ഫുള്ള് ചെയ്തിരുന്ന. ഓക്കെ, അതിനുള്ള നിങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ, അവരെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ച കാര്യങ്ങളൊന്നുമില്ല? നമുക്ക് അതിനായിട്ട് ലീവ് ആക്കേണ്ട ആവശ്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഇവര് നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വർക്ക് തീർത്തിട്ടുണ്ട് അല്ലേ? 1.5 മാസം കൊണ്ട് തന്നെ വർക്ക് തീർത്തിട്ടുണ്ട്. മെറ്റീരിയൽ വിരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. നിങ്ങൾ അവിടെ ഷോപ്പിൽ കണ്ടതിനേക്കാളും കൂടുതൽ ഭംഗി തോന്നുന്നുണ്ടോ? ഉണ്ട്. ഫാമിലിപ്പെട്ടവർക്കൊക്കെ ഹാപ്പി അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴേ വീട്ടുടമസ്ഥൻ്റെ ഇപ്പോൾ ഈ വീട്ടിലെ അഷ്റഫ്ക്കയുടെയൊക്കെ അനുഭവങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, പല ആൾക്കാർക്കും സംശയമുണ്ട്, എൻ്റെ വീട് ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ, അല്ലെങ്കിൽ 1200 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ, എൻ്റെ വീട്ടിലൊക്കെ മാർബിൾ ഇരിക്കാൻ പറ്റുമോ? എൻ്റെ വീട്ടിനകത്ത് മാർബിൾ വിരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസ് വരുമോ? എനിക്ക് ഏത് ടൈപ്പിലുള്ള മാർബിൾ വിരിച്ചാലും എൻ്റെ വീട്ടിനകത്ത് വിരിച്ചാലും ഭംഗി വരിക? പല ആളുകൾക്കും സംശയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരുടെ അഭിപ്രായങ്ങളും അവരെങ്ങനെയാണ് ഞങ്ങളുടെ അടുത്ത് എത്തിയതും, മാർബിളിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം അവരുടെ അഭിപ്രായം എന്താണ്, ഞങ്ങളുടെ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം അവർക്ക് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ അവരോട് തന്നെ ചോദിച്ച് അവരിൽ നിന്ന് കിട്ടുന്ന റിയൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് അതുകൊണ്ടാട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടാവും, എങ്ങനെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, എങ്ങനെ ഷോപ്പിലെത്താം എന്നുള്ളതൊക്കെ. നമ്മുടെ ഷോപ്പിൻ്റെ വാട്സാപ്പ് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഷോപ്പിലെത്തുന്നതിന് മുന്നേ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. 100% സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം മാത്രം, കൺഫേം ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഷോപ്പിലെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർബിളെല്ലാം പർച്ചേസ് ചെയ്യാനും ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ചോദിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ. സൈനിങ് ഓഫ് ഫ്രം ഹുനൈസ്. താങ്ക് യു.